ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതകഥ ഭാഗം 5 വായിക്കുന്നത്. 1887 വസന്തകാലത്ത് എൻ്റെ ആത്മാവിൻ്റെ പെട്ടെന്നുള്ള ഉണർവിനെ തുടർന്നുണ്ടായ പല സംഭവങ്ങളും ഞാൻ ഓർക്കുന്നു. സ്പർശിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ഞാൻ വിരലുകൾ കൊണ്ട് കണ്ടെത്തി പഠിക്കുകയായിരുന്നു. കൂടുതൽ വസ്തുക്കൾ തൊട്ടറിഞ്ഞ് അവയുടെ പേരും ഉപയോഗവും പഠിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തോടുള്ള എൻ്റെ ബന്ധം കൂടുതൽ ആഹ്ലാദകരവും ആത്മവിശ്വാസം നിറഞ്ഞതുമായി തീർന്നു. ഡെയ്സിയും ബട്ടർകപ്പും പുഷ്പിച്ച സമയത്ത് ടീച്ചർ എന്നെയും കൂട്ടി വയലുകളിലേക്ക് നടന്നു. വിത്തിടാൻ വേണ്ടി കർഷകർ നിലം പാകമാക്കുന്നുണ്ടായിരുന്നു. ടെന്നസി നദീതീരത്തെ പുൽമൈതാനത്ത് ഞങ്ങളിരുന്നു. പ്രകൃതിയുടെ ഉദാരതയുടെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ആഹ്ലാദകരമായ കാഴ്ചയും ആസ്വാദ്യമായ ഭക്ഷണവുമേകുന്ന സസ്യങ്ങൾ മണ്ണിൽ മുളയ്ക്കാൻ സൂര്യനും മഴയും എങ്ങനെ സഹായകമാവുന്നുവെന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും പെരുകി വ്യാപിക്കുന്നതും എങ്ങനെയെന്നും അണ്ണാനും മാനും സിംഹവും മറ്റനേകം ജീവികളും ആഹാരവും പാർപ്പിടവും കണ്ടെത്തുന്നത് എങ്ങനെയെന്നും ഞാൻ മനസ്സിലാക്കി. വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും തോറും ഞാൻ ജീവിച്ചിരിക്കുന്ന ലോകം എന്നെ കൂടുതൽ ആഹ്ലാദവതിയാക്കി. ഒരു ഗണിത പ്രശ്നം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതിനോ ഭൂമിയുടെ ആകൃതി വിവരിക്കുന്നതിനോ എല്ലാം മുമ്പ് സുഗന്ധമൂറുന്ന വൃക്ഷങ്ങളിലും പുൽനാമ്പുകളിലും എന്തിന് എൻ്റെ കൊച്ചനിയത്തിയുടെ കൈകളിലെ ചുഴികളിലും വളവുകളിലും പോലും സൗന്ദര്യം കണ്ടെത്താൻ മിസ് സള്ളിവൻ എന്നെ പഠിപ്പിച്ചു. എൻ്റെ ആദ്യകാല ചിന്തകളെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ചു പക്ഷികളും പൂക്കളും ഞാനുമെല്ലാം കൂട്ടുകാരാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. പക്ഷേ പ്രകൃതി എപ്പോഴും ദയാലുവായിരിക്കില്ലെന്ന് എന്നെ പഠിപ്പിച്ചൊരു സംഭവം ആയിടയ്ക്ക് ഉണ്ടായി. ഒരിക്കൽ നീണ്ട അലച്ചിലിന് ശേഷം ഞാൻ ടീച്ചറുമൊത്ത് മടങ്ങുകയായിരുന്നു. പ്രഭാതം മനോഹരമായിരുന്നെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അന്തരീക്ഷം ചൂടുപിടിച്ചു വരണ്ടിരുന്നു. ക്ഷീണം കൊണ്ട് 2-3 തവണ ഞങ്ങൾ വഴിയരികിലെ മരത്തണലിൽ വിശ്രമിച്ചു. ഒടുവിലിരുന്നത് ഏതാണ്ട് വീടിനടുത്തുള്ള ഒരു ചെറിയമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആ തണൽ ആശ്വാസകരമായിരുന്നു. മരക്കൊമ്പുകൾ കയറാൻ പാകത്തിലായിരുന്നുകൊണ്ട് ടീച്ചറുടെ സഹായത്തോടെ ഞാനൊരു മരക്കൊമ്പിൽ സ്ഥാനം പിടിച്ചു. നല്ല സുഖമുള്ള കാറ്റുള്ളതുകൊണ്ട് അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാമെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു. ഭക്ഷണം എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയി വരുന്നതുവരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു കൊള്ളാമെന്ന് ടീച്ചർക്ക് ഉറപ്പു നൽകി. പെട്ടെന്ന് മരത്തിന് ആകെപ്പാടെ ഒരു മാറ്റമുണ്ടായി. സൂര്യൻ്റെ ചൂടൊക്കെ ഇല്ലാതായി. ഞാൻ വെളിച്ചമായി. അറിഞ്ഞിരുന്ന ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആകാശം ഇരുണ്ടു കഴിഞ്ഞിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. മണ്ണിൽ നിന്നൊരു ഗന്ധമുയർന്നു. ഇടിമിന്നലിന് മുമ്പ് ഉണ്ടാകാറുള്ള ഗന്ധമാണിതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വിവരിക്കാനാവാത്ത ഒരു ഭയം എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു. ഉറച്ച മണ്ണിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എല്ലാം അറുത്തുമാറ്റപ്പെട്ട് തീരെ തനിച്ചായതുപോലെ എനിക്ക് തോന്നി. പേരറിയാത്ത ബൃഹത്തായ ആ വികാരം എന്നെ വലയം ചെയ്തു. അനങ്ങാതെ പ്രതീക്ഷയോടെ ഞാനിരുന്നു. ഭീതി കൊണ്ട് ഞാൻ വിറച്ചു. ടീച്ചർ വേഗം ഒന്ന് മടങ്ങി വന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. എത്രയും പെട്ടെന്ന് ആ മരത്തിൽ നിന്നൊന്ന് താഴെയിറങ്ങി കിട്ടണമെന്നതായിരുന്നു എൻ്റെ ആവശ്യം. ഒരു നിമിഷത്തേക്ക് അവിടെ അശുഭസൂചകമായ നിശബ്ദത പരന്നു. ഉടൻ തന്നെ ഇലകൾ ശക്തമായി കിലുങ്ങി. മരത്തിലൂടെ ഒട്ടാകെ ആ വിറയൽ കടന്നുപോയി. കാറ്റ് ശക്തിയായി വീശിയടിച്ചു. മരക്കൊമ്പിൽ മുറുകി പിടിക്കുവാനുള്ള ഇച്ഛാശക്തി അന്നേരം കൈവന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ കാറ്റിൽ നിലംപൊത്തിയേനെ. മരമാകെ ആടി ഉലഞ്ഞു. കൊച്ചു ശിഖരങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ അറ്റു വീണുകൊണ്ടിരുന്നു. പെട്ടെന്ന് താഴേക്ക് ചാടാനുള്ളൊരു പ്രേരണ എന്നിലുണ്ടായെങ്കിലും ഭയം അതിനെ തടഞ്ഞു. മരക്കൊമ്പിനിടയ്ക്ക് ഞാൻ പതുങ്ങിയിരുന്നു. ശിഖരങ്ങൾ എന്നെ പ്രഹരിച്ചുകൊണ്ട് മുറിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഭാരമേറിയ എന്തോ സാധനം വന്നു വീണ് മരത്തിനാകെ ഷോക്കേറ്റതുപോലെയും അത് ഞാനിരിക്കുന്ന കൊമ്പിലേക്ക് പ്രവഹിച്ചതുപോലെയും തോന്നി. എൻ്റെ ഭയം കാട് കയറി ഞാനും മരവും ഒരുമിച്ച് നിലംപൊത്തിയേക്കുമെന്ന് തോന്നിയ ആ നിമിഷം തന്നെ ടീച്ചർ എത്തി. എന്നെ താഴെയിറങ്ങാൻ സഹായിച്ചു. കാലിനടിയിൽ വീണ്ടും മണ്ണിൻ്റെ സ്പർശമേറ്റപ്പോൾ ഞാൻ ആഹ്ലാദത്തോടെ അവരെ കെട്ടിപ്പിടിച്ചു. ഞാനൊരു പുതിയ പാഠം പഠിച്ചു. പ്രകൃതി തൻ്റെ മക്കളോട് തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുമെന്നും മൃദുലമായ സ്പർശങ്ങൾക്കടിയിൽ ചതിയുടെ നഖങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമെന്നുമുള്ള പാഠം. ഈ അനുഭവത്തിനു ശേഷം വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ഞാനൊരു മരത്തിൽ കയറുന്നത്. ആ ചിന്ത തന്നെ എന്നിൽ ഭയപ്പാടുണ്ടാക്കിയിരുന്നു. നിറയെ പൂത്തു നിൽക്കുന്ന ഒരു തൊട്ടാവാടി മരത്തിൻ്റെ മധുരമായ പ്രലോഭനമാണ് എൻ്റെ പേടി മാറ്റിയത്. വസന്തകാലത്തെ മനോഹരമായ ഒരു പ്രഭാതത്തിൽ ഞാൻ തനിച്ച് വേനൽക്കാലവസതിയിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുമ്പോഴാണ് വായുവിൽ പരക്കുന്ന അത്ഭുതകരമായ ആ സൗരഭ്യം ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൾ ഇരുവശത്തേക്കും വിടർത്തി. വസന്തത്തിൻ്റെ ആത്മാവ് ആ മുറിയിലൂടെ കടന്നു പോകുന്നത് പോലെ തോന്നി. എന്താണത്? ഞാൻ ചോദിച്ചു. പെട്ടെന്ന് തന്നെ തൊട്ടാവാടിപ്പൂക്കളുടെ സുഗന്ധം തിരിച്ചറിഞ്ഞു. ഞാൻ ഉടൻ തന്നെ പൂന്തോട്ടത്തിൻ്റെ അറ്റത്തേക്ക് നടന്നു. വഴി തിരിയുന്നിടത്തെ വേലിക്കരികിലാണ് തൊട്ടാവാടി മരം നിൽക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു.
അതെ, അതവിടെ തന്നെയുണ്ട്. നിറയെ പൂത്ത ശിഖരങ്ങൾ, പുല്ലിലേക്ക് ചാഞ്ഞുകൊണ്ട്, ഊഷ്മളമായ വെയിലിൽ നൃത്തം വെച്ചുകൊണ്ട്. ഇത്രയും അനുപമമായ സൗന്ദര്യം മുമ്പെന്തെങ്കിലും ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഭൂമിയുടെ നേരിയ സ്പർശം പോലും അതിൻ്റെ മൃദുശകരങ്ങളെ സങ്കോചിപ്പിക്കുന്നു. സ്വർഗത്തിലൂടെ ഒരു വൃക്ഷം ഭൂമിയിൽ പറിച്ചു നട്ടതുപോലെ പുഷ്പങ്ങൾക്കിടയിലൂടെ ഞാൻ വൃക്ഷത്തിനടുത്തെത്തി. അല്പനേരം ഞാൻ ഇതികർത്തവ്യവിധമൂഢയായി നിന്നു. പെട്ടെന്ന് തന്നെ രണ്ടായി പിരിഞ്ഞ കൊമ്പുകൾക്കിടയിലേക്ക് കാൽ വെച്ച് ഞാൻ കയറി തുടങ്ങി. കൊമ്പുകൾ വലുതായതിനാലും ഇടയ്ക്ക് മുള്ളുകൾ കയ്യിൽ കുത്തിത്തറച്ചതുകൊണ്ടും അല്പം ഒന്ന് പ്രയാസപ്പെട്ടു. എങ്കിലും അസാധാരണവും അത്ഭുതകരവുമായൊരു സംഗതിയാണ് ചെയ്യുന്നത് എന്ന ആനന്ദകരമായൊരു ബോധത്തോടെ ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. ഒടുവിൽ സൗകര്യപ്രദമായൊരു കൊച്ചിരിപ്പിടത്തിനിടയിൽ ഞാൻ എത്തി. വളരെ മുമ്പ് ആരോ പണിത ആ ഇരിപ്പിടം മരം വലുതായപ്പോൾ അതിൻ്റെ ഭാഗമായി മാറിയതാണ്. റോസാപ്പൂ പോലെയുള്ള മേഘപാളികൾക്കിടയിൽ ഒരു ദേവതയെന്ന പോലെ ഏറെ നേരം ഞാൻ അവിടെ ഇരുന്നു. അതിനുശേഷം പലപ്പോഴും സുഖകരമായ ചിന്തകളോടെ, മധുരമായ സ്വപ്നങ്ങളോടെ, ആഹ്ലാദകരമായ അനേകം മണിക്കൂറുകൾ ഞാൻ എൻ്റെ സ്വർഗവൃക്ഷത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. താങ്ക് യു.